السلام عليكم ورحمة الله تعالى وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين الله أما بعد. ഇസ്ലാമിൽ വളരെ പ്രാധാന്യമുള്ള ഒരു ഇബാദത്താണ് വുളൂ എന്നുള്ളത്. വുളൂ എന്ന് പറഞ്ഞാൽ ഭാഷാർത്ഥത്തിൽ ചില അവയവങ്ങൾ കഴുകുക എന്നുള്ളതാണ്. എന്നാൽ ശറഈ മതത്തിൻ്റെ കാഴ്ചപ്പാടിൽ വുളൂ എന്നുള്ളത് നിയത്തോടുകൂടി ചില പ്രത്യേക അവയവങ്ങളുടെ മേൽ വെള്ളത്തെ ഒലിപ്പിക്കുക എന്നുള്ളതാണ്. ഇതിൻ്റെ പ്രധാനമായും ഒരു കാര്യം നാം ചെയ്യുമ്പോൾ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഷർത്ത്, ഫർള് എന്നുള്ളത്. അങ്ങനെ നമ്മൾ വുളൂവിൻ്റെ ഷർത്ത് നോക്കുകയാണെങ്കിൽ ഒന്നാമതായി ഉള്ളത് മുത്തലക്കായ വെള്ളം എന്നുള്ളതാണ്. അഥവാ നിരുപാധികം അത് സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ കഴിയുന്നതുമായ ഒരു വെള്ളമായിരിക്കണം. പനനീർ വെള്ളവും കന്നിവെള്ളം പോലുള്ള ഒരു അത്തരത്തിലുള്ള വെള്ളത്തെ കൊണ്ട് വുളൂ എടുക്കാൻ പാടില്ല. രണ്ടാമത്തെ കാര്യം എന്നുള്ളത് വുളൂ എടുക്കുന്ന അവയവത്തിൻ്റെ മേൽ വെള്ളത്തെ ഒലിപ്പിക്കുക എന്നുള്ളതാണ്. അഥവാ വെള്ളം തടവിയാൽ മാത്രം പോരാ, അത് ഒലിപ്പിക്കുക തന്നെ വേണം. മൂന്നാമത്തെ ഷർത്ത് എന്നുള്ളത് കഴുകപ്പെടുന്ന അവയവത്തിൻ്റെ മേൽ മറയുണ്ടെങ്കിൽ ആ മറയെ നീക്കേണ്ടതുണ്ട്. ഉദാഹരണത്തിന് കുങ്കുമം, സോപ്പ് പോലുള്ള വസ്തുക്കൾ കയ്യിലുണ്ടെങ്കിൽ, രോമത്തിനടക്കൊക്കെ ഉണ്ടെങ്കിൽ അത് കൃത്യമായി കളഞ്ഞുകൊണ്ട് തന്നെ വുളൂ എടുക്കേണ്ടതുണ്ട്. ഈ നാലാമത്തെ കാര്യം എന്നുള്ളത് മറ എന്നുള്ളതാണ്. അവയവത്തിന് മേലുള്ള മറ, ഉദാഹരണത്തിന് പെയിൻറ്റ്, കട്ടിയുള്ള എണ്ണ, മെഴുകു പോലത്തത്. ഇതിൽ നാം ശ്രദ്ധിക്കേണ്ടത്, ഈ മറ എന്ന് പറയുമ്പോൾ നഖത്തിൻ്റെ അടിയിലുള്ള ചെളി അടക്കം ഈ മറയിൽപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ മറയിൽപ്പെടാത്തതാണ് മൈലാഞ്ചിയുടെ അടയാളവും അതുപോലെ മെഷിയുടെ അടയാളവും തുടങ്ങിയ അങ്ങനെയുള്ള അടയാളങ്ങൾ ഒരിക്കലും അതിൻ്റെ മറയിൽപ്പെടുന്നതില്ല. അഞ്ചാമത്തെ ഷർത്ത് എന്നുള്ളത് സമയമായെന്ന് മനസ്സിലാക്കലാണ്. അത് എല്ലാ വ്യക്തികൾക്കും നിർബന്ധമുള്ള കാര്യമല്ല, മറിച്ച് നിത്യശുദ്ധിക്കാരനും മൂത്രവർഷക്കാരനും ബ്ലീഡിംഗ് ഉള്ള സ്ത്രീക്കുമാണ് ഈ സമയം പ്രവേശിക്കുക എന്നുള്ള ഷർത്ത് ഇസ്ലാം നമ്മോട് പറയുന്നത്. ഇങ്ങനെ ഈ 5 ഷർത്തുകൾ പാലിച്ചുകൊണ്ടായിരിക്കണം നാം വുളൂ എടുക്കേണ്ടത്. ഇതിൻ്റെ ഫർളുകൾ പരിചയപ്പെടുകയാണെങ്കിൽ ഒന്നാമതായി നിയ്യത്ത് എന്നുള്ളതാണ്. നമുക്കറിയാം, ഏതൊരു അഅ്മാലിൻ്റെയും ഏറ്റവും അടിസ്ഥാനം എന്നുള്ളത് നിയ്യത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്. ഏതൊരു സൽക്കർമ്മത്തിൻ്റെയും പ്രതിഫലം എന്നുള്ളത് അത് നിയ്യത്താണ്. രണ്ടാമത്തെ ഫർള് എന്നുള്ളത് മുഖം കഴുകുക എന്നുള്ളതാണ്. മുഖം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നീളത്തിൽ മുടി മുളക്കുന്ന സ്ഥലം മുതൽ 2 താടിയല്ല് ഒരുമിക്കുന്ന സ്ഥലം വരെയാണ്. അതുപോലെ തന്നെ വീതിയിൽ 2 ചെവിക്കിടയിലുള്ള സ്ഥലത്തെയാണ് മുഖം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മൂന്നാമത്തെ ഫർള് എന്നുള്ളത് 2 കൈകൾ കഴുകേണ്ടതാണ്. അത് മുട്ടോടുകൂടി തന്നെ കഴുകേണ്ടതുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ രോമങ്ങൾക്കിടയിലുള്ള അതിൻ്റെ ഫർളായ ഭാഗങ്ങളിലുള്ള എല്ലാവിധ കറകളും അതുപോലെ നേരത്തെ പറയുന്ന പോലെ പെയിൻറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അത് കൃത്യമായി കളഞ്ഞ് മാത്രം വുളൂ എടുക്കേണ്ടതാണ്. നാലാമത്തത് എന്നുള്ളത് തലയിൽ നിന്ന് അല്പം തടവുക എന്നുള്ളതാണ്. അതൊരു മുടിയായാലും അത്രമാത്രം തടവിയാൽ മതി. അഞ്ചാമത്തെ ഫർള് എന്നുള്ളത് മുട്ടോടുകൂടി കാല് കഴുകുക എന്നുള്ളതാണ്. ഇത് ഈ പറഞ്ഞതുപോലെ തന്നെ രോമങ്ങൾക്കിടയിലുള്ള എല്ലാ കറകളും എല്ലാം നീക്കിക്കൊണ്ടായിരിക്കണം നാം കാൽ മുട്ടോടുകൂടി കഴുകേണ്ടത്. ആറാമത്തെ ഫർള് എന്നുള്ളത് ക്രമപ്രകാരം ചെയ്യുക എന്നുള്ളതാണ്. മുഖം കഴുകിയതിനു ശേഷം നിയ്യത്ത് വെക്കുക എന്ന കാഴ്ചപ്പാടല്ലാതെ ഈ പറഞ്ഞതുപോലെ തർത്തീബായി തന്നെ ചെയ്യേണ്ടതുണ്ട്. അതാണ് ആറാമത്തെ ഫർള് എന്നുള്ളത്. ഇത്തരത്തിൽ ഈ ഷർത്തും ഫർള് പാലിച്ചുകൊണ്ട് തന്നെ നാം വുളൂ എടുക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനി ഇതിൻ്റെ തുടക്കത്തിലുള്ള ചില സുന്നത്തുകൾ കൂടി പറയാം. ഇതിൻ്റെ തുടക്കത്തിലുള്ള സുന്നത്ത് എന്നുള്ളത് ബിസ്മി ചൊല്ലലാണ്. അതുപോലെ തന്നെ ബിസ്മി ചൊല്ലിയതിനു ശേഷം അതോടൊപ്പം തന്നെ 2 ഷഹാദത്ത് കലിമ ചൊല്ലലും സുന്നത്തുണ്ട്.
അതുപോലെ 2 ഷഹാദത്ത് കലിമ പറഞ്ഞതിന് ശേഷം ഹംദും പറയൽ സുന്നത്തുണ്ട്. ഇത്തരത്തിൽ നാം വുളു എടുക്കുമ്പോൾ മറ്റെല്ലാ അമാലുകൾ ചെയ്യുമ്പോഴും വളരെ ശ്രദ്ധിച്ചുകൊണ്ട് കൈകാര്യം ചെയ്യണമെന്ന് മാത്രം നിർത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു. വാഹു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.